കണ്ണമ്പള്ളി തെങ്ങിൻപുരയിടം. അത് സുശീലയുടെ പേര് തന്നെ ആയിക്കോട്ടെ. ചങ്ങരശ്ശേരി വില്ലേജിൽ സർവേ നമ്പർ 67 1716 പുഞ്ചക്കര പാടം 2 ഏക്കർ 60 സെന്റ്. അതെങ്ങനെയാ വേണ്ടേ? അത് തുല്യമായിട്ട് അല്ലെങ്കിൽ വേണ്ട, അത് സുശീലയുടെ പേര് തന്നെ എഴുതിയേക്ക്. അപ്പോൾ മറ്റു ഭാര്യമാർക്കൊന്നും വേണ്ടെന്നാണോ? ആ എളമക്കരയിലെ വസ്തു എല്ലാവർക്കും കൂടി അങ്ങ് എഴുതിയാട്ടെ. നീ നല്ലവളാടി. അല്ല, അത് വെറും പാറമടയല്ലേ? അത് കിട്ടിയിട്ട് അവർക്കെന്തിനാ? തരിശു ഭൂമിയെ കൃഷിഭൂമിയാക്കി എടുക്കുന്നതാണ് കഴിവ്, അല്ലേ? അല്ല, അവർക്ക് വിരോധമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? അല്ല, എന്താ കുഞ്ഞൊന്നും മിണ്ടാത്തത്? ഈ ആധാരം രജിസ്റ്റർ ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഇന്ന് രാത്രി കല്യാണ വീരണി അത്ര കണ്ണകം പാലടിച്ചു കൊടുക്കും. അതെന്താ ഇത്ര കണ്ണകം? അത് നായർക്കറിയാമേ. ആ കയ്യും കാലും പാടം പിടിച്ച് മരവിച്ച അവസ്ഥയിലാവും പോകും. ഇങ്ങനെ പിന്നെ നിവരിയില്ല. കുറുക്കി കുറുക്കി എന്ന് പറയുന്നത് എന്താ സംസാരിച്ചേ? അല്ല, പദ്ധതിയെല്ലാം നല്ല പദ്ധതിയാണെന്ന് പറയായിരുന്നു. എടോ വക്കീലേ, പിന്നെ അവർക്ക് സമ്പാദ്യമായി ഞാൻ വേറെ ചിലതുകൂടെ കൊടുത്തിട്ടുണ്ട്. എന്ത്? സന്താനങ്ങള്. എന്നെപ്പോലെ തടിപിടിക്കും ആരോഗ്യമുള്ള ആമ്പിള്ളേരെയാ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അധ്വാനിച്ച് സ്വന്തം തള്ളമാരെ പോറ്റാനുള്ള ചുമതല അവർക്കുമുണ്ട്, അല്ലേ? പിന്നെ ആ താടകമാർക്ക് കയറി കിടക്കാനുള്ള വകയെല്ലാം ഞാൻ നേരത്തെ തന്നെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടല്ലോ. അത്രയൊക്കെ മതി. വക്കീലേ, എല്ലായിടത്തും മാറ്റിക്കോ. അവിടെ നിൽക്കുക. എങ്ങോട്ടാ രണ്ടാളും കൂടി? നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാ വന്നത്. കണ്ടില്ലേ? ഇനി പൊയ്ക്കോ. അങ്ങനെ വെറും കൈയോടെ പോകാനല്ല ഞങ്ങൾ വന്നത്. പിന്നെ രണ്ട് കൈയും കാലും ഇല്ലാതെ പോകാനോ? ഞങ്ങളോട് സംസാരിക്കാൻ നീ ആരടി? നരച്ച കളവനെ വശീകരിച്ചെടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? നീ ഞങ്ങളെ ഭരിക്കാൻ വരിക? ഇവള് ഭരിക്കും. അതിനുള്ള പൂർണ്ണ അവകാശം ഞാൻ ഇവക്ക് കൊടുത്തിട്ടുണ്ട്. അവകാശം? അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? അത്യാവശ്യം ജീവിക്കാനുള്ള വകയൊക്കെ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ കൂട്ടത്തോടെ വിഷം കഴിച്ച് ചത്തോ. ചാവുവാണെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കിടന്ന് ചാവാം. അമ്മേ, അച്ഛനായി പോയി. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചതിന് വാക്കുകൊണ്ടല്ല ഞാൻ മറുപടി പറയുക. ഓഹോ, ഇതിന് പിന്നിലെ ചരടുവലിക്കാരൻ നീയാണല്ലേ? നിങ്ങളുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി വന്നതല്ല ഞാൻ. ആരെയൊക്കെ കൊന്നും ചതച്ചും പൂർവികരുണ്ടാക്കി വെച്ച ഈ സ്വത്തും മാളിയൊക്കെ എനിക്ക് വെറും പുല്ല. അമ്മ ഒന്നും പറയണ്ട. ഈ മനുഷ്യൻ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ കണ്ട് ഒരക്ഷരം എതിർത്ത് പറയാതെ ഒതുങ്ങി കഴിഞ്ഞതിന്റെ ഫലമാ അമ്മയും ചിറ്റമ്മ ഇപ്പൊ അനുഭവിക്കുന്നത്. പഴയ പോലീസ് പറയുന്ന എന്റെ അടുത്ത് വേണ്ട. ദാ ഇത് കണ്ടോ, നാളെ നിങ്ങൾക്ക് പോസ്റ്റൽ കിട്ടാൻ പോകുന്ന വക്കീൽ നോട്ടീസിന്റെ പകർപ്പ. ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് നിങ്ങളുടെ ആദ്യ വിവാഹത്തിന് മാത്രമേ നിയമ സാധുതയുള്ളൂ. അതായത് എന്റെ അമ്മ മാത്രമാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ അമ്മയുടെ അനുവാദത്തോടുകൂടി മാത്രമേ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ കഴിയൂ. പക്ഷേ നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരങ്ങളുടെ ഫലം മറ്റുള്ള ഭാര്യമാർ അനുഭവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം തുല്യമായി ഭാഗിച്ചുകൊണ്ട് നമുക്ക് പ്രമാണം തയ്യാറാക്കാം. അതും എത്രയും പെട്ടെന്ന് വേണം. ഇല്ലെങ്കിൽ അത് തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ ഒരെണ്ണത്തിനെ കയറി കെട്ടിയാലോ? സംരക്ഷിച്ചിട്ടുള്ളവർക്ക് ശിക്ഷിക്കാനുള്ള അവകാശം ഉണ്ടാവും, സ്വന്തം അച്ഛനായാൽ പോലും. എന്റെ അച്ഛനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഹങ്കാരത്തോടുകൂടി തന്നെ പറയുക, കോയിക്കൽ മാധവ പണിക്കർ ഇനി ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. കോയിക്കൽ എല്ലാ സ്വത്തുക്കളും ഇവരെല്ലാവരും തുല്യമായി അനുഭവിച്ചിരിക്കും.